ഈ നമുക്കറിയാം ഈ പശ്ചിമേഷ്യയുടെ ഒരു രാഷ്ട്രീയം നമ്മൾ നോക്കിയാൽ നമ്മൾ ഈ അടുത്ത കാലം വരെ കണ്ടിരുന്നത് പശ്ചിമേഷ്യ ഏകദേശം രണ്ടായിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമല്ല. ഒരു ഭാഗത്ത് ഈ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സുന്നി ഈ വിഭാഗങ്ങളുടെ രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഈ സൗദി അറേബ്യയുടെ നേതൃത്വം നിൽക്കുന്നു. അതിനെ എതിർത്തുകൊണ്ട് ഈ ഷിയ വിഭാഗത്തിന്റെ നേതാവായിട്ട് ഇറാൻ നിൽക്കുന്നു. അപ്പൊ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്ന് സിറിയ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സുന്നി വിഭാഗമുള്ളവരാണെങ്കിൽ ഹമാസ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ലെബനനിലുണ്ടായിരുന്ന ഹെസ്ബുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ തരത്തിലുള്ള ഒരു വിഭാഗത്തിന്റെ പിന്തുണയായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം 2013 കൂടിയിട്ട് ഇതിനകത്തൊരു മാറ്റം വരുന്നുണ്ട്. 2013 ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദി അറേബ്യയും ഈ അവരുടെ അഭിപ്രായ വ്യത്യാസമെല്ലാം മാറ്റിക്കൊണ്ട് ഒരുമിച്ച് വരാനുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ ഒരുമിച്ച് വരാനുള്ള തീരുമാനമെടുത്തെങ്കിലും നമുക്കറിയാം 2023 ഈ ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി. ഇസ്രായേലും ഈ ഹമാസും ഒക്കെ ആയിട്ടുള്ള യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ പോലും അതിനൊന്നും ഒരു പിന്തുണ നൽകുന്ന തരത്തിലേക്ക് സൗദി അറേബ്യ വന്നില്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ വളരെ ശക്തമായി ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെ സൗദി അറേബ്യ വിമർശിക്കുകയും അങ്ങനെ അവർ വിമർശനം നടത്തിക്കൊണ്ട് ഇടക്കിയ പത്രപ്രസ്താവന അവർ പറഞ്ഞത് ഞങ്ങളുടെ സഹോദര രാഷ്ട്രമായ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു എന്നാണ്. അത് വളരെ വലിയൊരു മാറ്റമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടു വരുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ കൃത്യമായി ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട്. കാരണം അവർ മനസ്സിലാക്കുന്നതാണ്, ഇങ്ങനെ അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ ഈ ഇറാന്റെ ആധിപത്യത്തിന് കീഴിൽ നിൽക്കേണ്ടി വരും ഈ മുഴുവൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും എന്നൊരു തിരിച്ചറിവിലേക്ക് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വരുന്നു. ആ ഒരു മാറ്റത്തെ ആ തരത്തിൽ ഇസ്രായേലിന് എറിഞ്ഞുകൊടുക്കാൻ കഴിയത്തില്ല പശ്ചിമേഷ്യ. അതുകൊണ്ട് ഇവരുടെ ഇടയിലുള്ള ഒരു യൂണിറ്റിയും അവരുടെ ഇടയിലുള്ള ഒരു സാഹോദര്യവും ഒക്കെ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് വഴിവെക്കുന്നത്. അതിന്റെ സൂചനകളാണ് ഇപ്പോ ഈ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, ഖത്തർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യങ്ങളെല്ലാം കൂടി ഉടൻ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇസ്രായേലിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരായിട്ടുള്ള ഒരു യോജിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. നിലവിൽ ഈ പ്രശ്നം ഇന്ത്യ എങ്ങനെയായിരിക്കും ബാധിക്കുക? വലിയ തിരിച്ചടി ഉണ്ടാകുമോ എണ്ണയുടെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള? പശ്ചിമേഷ്യയിൽ സംഘർഷമുണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 2 കാരണങ്ങളാൽ. ഒന്നാമത്തെ കാരണം 90 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നതാണ് പശ്ചിമേഷ്യൻ മേഖല. അവിടെ ഉണ്ടാകുന്ന സംഘർഷം ഇവിടെ തന്നെ നോക്കൂ. ഇറാൻ പറഞ്ഞു, ഞങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറാഖിനെ ആക്രമിക്കും, ഞങ്ങൾ കുവൈറ്റിനെ ആക്രമിക്കും, ഞങ്ങൾ ബഹ്റിനെ ആക്രമിക്കും, ഞങ്ങൾ UAE ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ആക്രമിക്കും. ഈ പ്രദേശങ്ങളിലെല്ലാമാണ് നമ്മുടെ ആളുകൾ ജോലി ചെയ്യുന്നത്. ഇവിടെ ആക്രമണവും യുദ്ധവും ഉണ്ടായാൽ അവർ തിരിച്ച് അടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പ്രവാസി സഹോദരന്മാർ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി പ്രവാസി സഹോദരന്മാരെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വരും. മറ്റൊന്ന്, നമ്മൾ ഏറ്റവും അധികം നമ്മളെ എണ്ണ ആശ്രിത രാജ്യമാണ്. ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് നമ്മൾ. ആ എണ്ണ ഇറക്കുമതിയെ നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ്. ആ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് എണ്ണ ഇറക്കുമതി ചെയ്യണം. മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന എണ്ണ ഈ ഹോർമോസ് കടലിടുക്കിലൂടെയും ബാബൽ മാൻഡബ് കടലിടുക്കിലൂടെയുമാണ് കൊണ്ടുവരേണ്ടത്. ഈ 2 കടലിടുക്കുകൾ ഇപ്പൊ തന്നെ വാർത്തകൾ വരുന്നത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുന്നതിനെ കുറിച്ച് ഇറാൻ ആലോചിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എണ്ണ കൊണ്ടുവരാൻ കഴിയാതെ വരും. അല്ലെങ്കിൽ വേറെ വഴിയിലൂടെ വരുന്ന എണ്ണ, ഈ വില കൂടിയ എണ്ണ, ഇപ്പൊ തന്നെ എണ്ണയ്ക്ക് വില കൂടി, സ്വർണത്തിന് വില കൂടി. അത് ഈ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ കൂടുതൽ യാത്ര ചെയ്ത് എണ്ണ വീണ്ടും കൊണ്ടുവരേണ്ടി വന്നു കഴിഞ്ഞാൽ എണ്ണയുടെ വില വീണ്ടും കൂടും. അപ്പോൾ നമ്മുടെ പ്രവാസി സഹോദരന്മാർ നമ്മുടെ നാട്ടിലേക്ക് ജോലിയില്ലാതെ തിരിച്ചു വരേണ്ടി വരുന്നു. എണ്ണ വില വർദ്ധിക്കുന്നു. അത് നമ്മുടെ സാമ്പത്തിക നിലയെ, നമ്മുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കും. അപ്പൊ ഈ തരത്തിലെല്ലാമുള്ള പ്രതിസന്ധി പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം നടന്നാലുണ്ടാവും. പിന്നെ മറ്റൊരു പ്രശ്നം എന്താണ്? നമുക്കറിയാം, ഈ 2 രാജ്യങ്ങളും, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും ഇറാൻ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യയുടെ സുഹൃത്തുക്കളാണ്. എസ്പെഷ്യലി ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ 2014 വന്നതിന് ശേഷം വളരെ ശക്തമായി ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ബന്ധം. എന്ന് മാത്രമല്ല, നമ്മൾ പരമ്പരാഗതമായി പിന്തുടർന്നുകൊണ്ടിരുന്ന ഈ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ പാലസ്തീൻ ബന്ധത്തിൽ ഇസ്രായേലിന് അനുകൂലമായ തരത്തിലുള്ള ഒരു ബന്ധമായി ഇന്ത്യ ഇസ്രായേൽ ബന്ധം മാറിയിട്ടുണ്ട് എന്ന് വരെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പൊ ആ തരത്തിൽ ഇസ്രായേലുമായി മെച്ചപ്പെട്ട ബന്ധം, അതുപോലെ തന്നെ ഈ ഇറാനുമായി മെച്ചപ്പെട്ട ബന്ധം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഒന്നായി ഇന്ത്യ നിന്ന സമയത്ത് ഇന്ത്യയുടെ അയൽ രാജ്യമായിരുന്നു ഇറാൻ.
അപ്പോൾ ഇന്ത്യയും ഈ ഇറാൻ എന്ന് പറയുന്ന രണ്ട് വളരെ പിന്നെ പരമ്പരാഗതമായ വലിയ രണ്ട് സംസ്കാരങ്ങളുള്ള രാജ്യങ്ങളാണ്. പേർഷ്യൻ സംസ്കാരവും സിന്ധു നദീതട സംസ്കാരവും. അപ്പൊ ഇത്തരം രണ്ട് വലിയ സംസ്കാരങ്ങൾ വളരെ വലിയ തരത്തിൽ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാജ്യമാണ്. ആ കാലഘട്ടത്തിൽ ഈ സംഘർഷങ്ങൾ, ആണവ പ്രശ്നവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമാണ് ഇറാൻ. അപ്പൊ ഇന്ത്യയിലെ ഈ എണ്ണ ശുദ്ധീകരണ ശാലകൾ പലതും ഈ ഇറാനിൽ നിന്നുള്ള എണ്ണ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടത് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു തരത്തിൽ സഹകരിച്ചിരുന്ന രാജ്യമാണ് ഇറാൻ. എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ പാകിസ്ഥാനുമായിട്ട് ശത്രുത നിൽക്കുന്ന സന്ദർഭത്തിൽ, ചൈനയുമായിട്ട് ശത്രുത നിലനിൽക്കുന്ന സന്ദർഭത്തിൽ പാകിസ്ഥാന്റെ ഗ്വദർ പോർട്ട് എന്ന് പറയുന്ന പോർട്ട് ചൈന വികസിപ്പിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അഫ്ഗാനിസ്ഥാനിലൂടെ പിന്നെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ മുതലായ സ്ഥലങ്ങളിലേക്കും യൂറോപ്പിലേക്കും ഈ വ്യാപാര വാണിജ്യ കാര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറാനുമായി സഹകരിച്ച് നമ്മൾ വികസിപ്പിക്കുന്നതാണ് ഇറാന്റെ ചബഹർ പോർട്ട്. ഇറാന്റെ ചബഹർ പോർട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആ ചബഹർ പോർട്ടിലൂടെയാണ് നമുക്ക് ഗുജറാത്തിൽ നിന്നും നമ്മൾ ചബഹർ പോർട്ടിൽ എത്തുന്നു, അവിടുന്ന് ഇറാൻ വഴി അഫ്ഗാനിസ്ഥാനിൽ എത്തുന്നു, അഫ്ഗാനിസ്ഥാൻ വഴി ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകുന്ന തരത്തിലുള്ള ആ ഒരു സഹകരണം അതിശക്തമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നത് ഇന്ത്യയാണ്. ഈ പറഞ്ഞ ഈ സംഘർഷങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയാൽ അത് കൂടുതൽ ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തിക വികസന പ്രശ്നങ്ങളെയൊക്കെ ബാധിക്കാൻ പോകും എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്.